ഡോക്ടർ താജ് ആലുവ, ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകൾ നമുക്കറിയാം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. പാകിസ്ഥാനിൽ കടക്കെണി മൂലം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാൻ തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പാകിസ്ഥാന് കോടികളിലെ നഷ്ടമാണ് ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കടക്കെണിയിലായ പാകിസ്ഥാൻ വൻ തുക ഫീസ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന ബോർഡിൽ ചേരുന്നു എന്ന വാർത്തയാണ്. സമാധാന ബോർഡിൽ സ്ഥിരാംഗത്വം ലഭിക്കാൻ $1 ബില്യൺ, അതായത് 9,100 കോടി രൂപ ഫീസ് നൽകണം. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ സ്വിറ്റ്സർലൻഡിലെ ഡാവോസ് സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നമുക്ക് ഇതിനെ പാകിസ്ഥാന്റെ ഈ നീക്കത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഇത് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പീസ് ബോർഡ്, ഗസ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസ് ബോർഡ്, അത് വാസ്തവത്തിൽ ഈ ഐക്യരാഷ്ട്ര സഭയ്ക്ക് ബദലായിക്കൊണ്ട് ഒരു സമാധാന ബോഡി, ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനുള്ള ഒരു ബോഡി ആയിക്കൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്ന ഒരു ബദൽ സംഗതിയാണിത് എന്ന് മാത്രമല്ല, അത് മുഖേന ട്രംപിന്റെ ഉദ്ദേശം ഗസയെ ഇസ്രായേലിന് ഇനി ഭാവിയിൽ ഒരിക്കലും ഒരു ഭീഷണി ഉയർത്താത്ത തരത്തിൽ ഗസയെ മാറ്റി തീർക്കുക എന്നതാണ് ട്രംപിന്റെ ഐഡിയ. അത് എത്രത്തോളം നടക്കും, അതിന് ഫലസ്തീനികൾ എങ്ങനെ കാണുന്നു, മറ്റ് അറബ് രാജ്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നതൊക്കെ വേറൊരു സംഗതിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ പ്രത്യേകമായി പാകിസ്ഥാൻ ഒരു താല്പര്യം എടുക്കാൻ കാരണം നമുക്ക് അറിയാവുന്നത്, ഈ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണ തങ്ങൾക്ക് വേണം. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ ഗുണം ചെയ്യും എന്ന ഒരു പോയിന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്രയും വലിയ സംഖ്യ നൽകിക്കൊണ്ട് ഈ ബോർഡിൽ അംഗത്വം എടുക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം ഈ ഒരു ഗസ പീസ് ബോർഡ് എന്ന് പറയുന്ന സംഗതിക്ക് പണം നൽകിക്കൊണ്ട് അതിൽ അംഗമാകാന്നുള്ളത് ലോകത്ത് ഇതുവരെ ഒരു സമാധാന ശ്രമങ്ങളിലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയാണ്. നമുക്കറിയാം, ഇപ്പോ ലോകത്തിന്റെ വിവിധ സന്ദർശങ്ങളിൽ, അത് 90കളിലെ യുഗോസ്ലാവിയ, മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളുടെ ആ സംഘർഷമാകട്ടെ, അതുപോലെ സോവിയറ്റ് യൂണിയന്റെ പതനശേഷമുള്ള മറ്റു പല അത്തരം സംഘർഷങ്ങളിലൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമാധാന സേനയും ഒക്കെ നിലവിലുണ്ടായിരുന്നു. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ലബനാനിലെ, മിഡിൽ ഈസ്റ്റിലെ പല ആഭ്യന്തര സംഘർഷങ്ങളിലൊക്കെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അത്തരം സമാധാന ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഗതി എന്ന് പറയുന്നത്, അതിനെ പോലും പണം നൽകി അതിൽ മെമ്പർ ആയിക്കൊണ്ട് ആ ഒരു ബോഡിയെ തന്റെ വരുതിയിൽ വെക്കുക എന്നതാണ് ശരിക്കും വാസ്തവത്തിൽ ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ, ഇത്രയും പണം നൽകി ട്രംപിന്റെ ഈ പീസ് ബോർഡിൽ ചേരാൻ തയ്യാറായിട്ടില്ല എന്നത് ആ ശ്രമത്തിന് തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ അതിനെ എതിർക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ആ ബോർഡിൽ ഖത്തറിന്റെയോ അതുപോലെ തന്നെ തുർക്കിയുടെയോ ഒക്കെ പ്രതിനിധികൾ ഉണ്ടാകുന്നതിനെ ഇസ്രായേൽ എതിർക്കുന്നു. ട്രംപിന്റെ നേരത്തെ തന്നെ ആ സമാധാന ബോർഡിനുള്ള ഒരു ചെയർമാൻ ആയിക്കൊണ്ട് നിശ്ചയിച്ചത് ടോണി ബ്ലെയറിനെയാണ്. പക്ഷെ ടോണി ബ്ലെയറിനെ തന്നെ വാസ്തവത്തിൽ ബ്രിട്ടനിലുള്ള നേതാക്കൾ തന്നെ പല രൂപത്തിൽ, ജൊനാഥൻ പൗവൽ എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഒരു പ്രമുഖ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, ടോണി ബ്ലെയർ ബ്രിട്ടനെ പ്രതിനിധീകരിക്കുന്നില്ല, ഒരു നിലക്കും ഈ ഒരു സമാധാന ബോർഡിനെ നയിക്കാൻ അദ്ദേഹം യോഗ്യനല്ല, പ്രത്യേകിച്ച് ഇറാഖിന്റെ മേലുള്ള അധിനിവേശത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന അത്തരം ഒരു നേതൃത്വം ഇതിന്റെ അകത്ത് വരാൻ പാടില്ല എന്ന അർത്ഥത്തിലൊക്കെ ബ്രിട്ടന്റെ ഉള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ സമാധാന ബോർഡിന്റെ ഭാവിയെ കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. അങ്ങനെ ആശങ്കകളുള്ള ഒരു ബോർഡിൽ ഇത്രയും പണം നൽകി ഇതിന് ഈ ഒരു, പ്രത്യേകിച്ചും പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അത് ചേരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു ഉദ്ദേശം ട്രംപിനെ അപ്പീസ് ചെയ്യുക, ട്രംപിനെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം. പക്ഷെ ട്രംപിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു വിശ്വാസ്യതയുള്ള ഒരു നിലപാട് ട്രംപ് സ്വീകരിക്കില്ല. ട്രംപിനെ കുറിച്ച് ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത്,
ട്രംപ് അവസാനം ആരെ മീറ്റ് ചെയ്യുന്നു അയാൾ പറഞ്ഞ നിലപാടാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടാവുക. അവസാനം ആരെ മീറ്റ് ചെയ്ത ആളാണോ ആരാ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നെതന്യാഹു പല പ്രാവശ്യം ട്രംപിനെ പോയി കണ്ട് ഇറാനെ ആക്രമിക്കണം, അതുപോലെ തന്നെ മറ്റു പല ഗസയുടെ വിഷയത്തിലൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു. പക്ഷെ അതിനുശേഷം ഉർദുഗാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോ ആ ഉർദുഗാന്റെ നിലപാടിനോട് യോജിക്കുകയും അതിനോട് താതാത്മ്യമുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുകയുമാണ് ട്രംപ് ചെയ്തത്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ വളരെ അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്ന ട്രംപിനെ ഒരു നിലക്കും പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വിശ്വാസ്യത ഒരിക്കലും പുലർത്താത്ത ഒരാളായിട്ട് ട്രംപ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പീസ് ബോർഡിന്റെ ചോദിക്കുകയാണ്, കഴിഞ്ഞ വർഷം അതായത് 2025 ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം $286 ബില്യൺ, അതായത് 26.24 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്നത്. മുൻവർഷത്തെ കടബാധ്യതയിൽ നിന്ന് കഴിഞ്ഞ വർഷം 13% വർധനവാണ് ഉണ്ടായത്. മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും മുനീറും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് $2.5 ബില്യൺ കടം തിരിച്ചടക്കാൻ കൂടുതൽ സമയം തേടി പാകിസ്ഥാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തെ സമീപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സമാധാന ബോർഡിൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ മേൽനോട്ടത്തിലുള്ള സമാധാന ബോർഡിൽ ചേരാനുള്ള പാകിസ്ഥാൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു പാകിസ്ഥാൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കുളത്തിൽ ചാടുകയും തുല്യമല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇതിന്റെ അകത്ത് ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു ഇത്രയും സ്വാഭാവികമായിട്ട് ഒരു രാജ്യം ഒരു പണം ഏതെങ്കിലും ഒരു സംഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. ഇപ്പം കടം നമ്മളിപ്പം സാമ്പത്തിക ഉച്ചകോടിയിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. അപ്പം ഈ ഒരു ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു ഗസ പീസ് പ്ലാനിൽ ചേരുമ്പോൾ ഒന്നുകിൽ ഒരു രാഷ്ട്രീയമായ നേട്ടം പാകിസ്ഥാൻ ലഭിക്കണം, അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നടക്കണം, അതല്ലെങ്കിൽ അന്തിമമായിട്ട് ഇതൊരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാവണം. പക്ഷെ ഈ വിഷയത്തിൽ ഇതൊന്നുമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുള്ളൂ, അത് ട്രംപിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ട്രംപിന്റെ പ്രീണനം പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എത്രത്തോളം നടപ്പാകും, അതിന്റെ അന്തിമ ഫലം എന്തായിരിക്കും, അതിന്റെ അന്തിമ പരിണാമം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ തന്നെ IMFന്റെ കടക്കണിയിലാണ്. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും മറ്റ് ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്തിന് അതിന്റെ ആഭ്യന്തര ഉൽപാദനത്തെക്കാളും എത്രയോ ഇരട്ടി ഇത്തരം അന്താരാഷ്ട്ര കടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്രയും ബാലിശമായ ഒരു അജണ്ട മാത്രം മുൻനിർത്തി, ട്രംപിനെ പ്രീണിപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രം മുൻനിർത്തി ഈ പീസ് ബോർഡിൽ ഒരു സ്ഥാനം നേടുക എന്നത് ആ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള താല്പര്യത്തിന് ഗുണകരമല്ലാത്തൊരു സംഗതിയാണ്. അതിനെക്കുറിച്ചുള്ള ചിന്തകളോ ചർച്ചകളോ അവിടുത്തെ രാഷ്ട്രീയ അതുപോലെ തന്നെ മാധ്യമ മേഖലകളിലും ഒക്കെ വളരെ രൂക്ഷമായി തന്നെ ഇപ്പോൾ അത് വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഭരണ നേതൃത്വം അതിൽ നിന്നൊക്കെ പിന്മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക സാധ്യമല്ല. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളത് നമുക്ക് ഈ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളുടെയൊക്കെ പിന്നിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ കണ്ണ് കാണുന്നതിനപ്പുറം, അല്ലെങ്കിൽ നമുക്ക് പുറമേ വായിക്കാൻ കഴിയുന്നതിനപ്പുറം ഇതിൻ്റെ അകത്ത് പല മാനങ്ങളുമുണ്ട്. അതിന് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഭീഷണി പ്രയോഗിക്കും. ട്രംപിന്റെ ഒരു നിലപാട് അതാണല്ലോ, ചില സംഗതികളിൽ ഭീഷണിയായിരിക്കും, ചില സമയത്ത് ബലപ്രയോഗമായിരിക്കും, ചിലപ്പോൾ പ്രലോഭനങ്ങളായിരിക്കും, ചിലപ്പോൾ പൊള്ളയായ വാഗ്ദാനങ്ങളായിരിക്കും. എന്താണ് ഇവിടെ വർക്കൗട്ട് ആയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയുക സാധ്യമല്ല. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ എടുത്തു നോക്കുന്നതെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യാത്തൊരു സംഗതിയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചോദ്യം കൂടി ഈ ചോദ്യത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ വർഷമാണ് ഡൊണാൾഡ് ട്രംപ് രൂപകൽപ്പന ചെയ്ത കൂട്ടായ്മയാണ് ഈ പറഞ്ഞ സമാധാന ബോർഡ്. നമുക്കറിയാവുന്ന പോലെ ഗസ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായാണ് സമാധാന ബോർഡ് നിലവിൽ വന്നത്. 20ഓളം രാജ്യങ്ങൾ ബോർഡിൽ ചേർന്നതായാണ് അമേരിക്ക അവകാശപ്പെടുകയും ചെയ്യുന്നത്. ബോർഡിലേക്ക് ക്ഷണിച്ച് ചൈനയ്ക്കും
അതുപോലെ റഷ്യക്കും അമേരിക്ക കത്തയച്ചിരുന്നു. കത്തയച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ജാഗ്രതയോടെയാണ് ട്രംപിൻ്റെ ഈ നീക്കത്തെ നോക്കി കാണുകയും ചെയ്യുന്നത്. അതിനെ എങ്ങനെ കാണാം? അതായത് ഈ ഗസയ പീസ് പ്ലാനിന്റെ രണ്ടാം ഘട്ടത്തിലാണ്, അതായത് വെടിനിർത്തൽ ചർച്ചയുടെ ഒന്നാം ഘട്ടം പിന്നെ രണ്ടാം ഘട്ടം, വെടിനിർത്തൽ പദ്ധതിയുടെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ഇങ്ങനെയാണ് അത് പുരോഗമിക്കുന്നത്. ആ രണ്ടാം ഘട്ടത്തിലാണ് ഈ പീസ് ബോർഡ് നിലവിൽ വരേണ്ടത്. പക്ഷെ നോക്കൂ, ഒന്നാം ഘട്ടം തന്നെ പൂർണ്ണമായിട്ടും നടപ്പാക്കപ്പെട്ടിട്ടില്ല. അതായത് ഇസ്രായേൽ വെടിനിർത്തുക എന്ന് പറയുന്ന സംഗതി നടന്നിട്ടില്ല. 1400 ചില്ലാൻ തവണയാണ് കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചത്. 780 ഫലസ്തീനികളെ ഈ വെടിനിർത്തൽ ഘട്ടത്തിൽ, ഒന്നാം ഘട്ട വെടിനിർത്തൽ ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ ഏറ്റവും പ്രധാനം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതിന് ശേഷം ഈ പീസ് ബോർഡ് ഗസയുടെ ഭരണം ഏറ്റെടുക്കുക, ടെക്നോക്രാറ്റുകളൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഇത് ഭരണം. പക്ഷെ ഇതൊന്നും എങ്ങനെയൊക്കെ ഇത് നടന്നാലും, ഇനി ഇതെല്ലാം അഥവാ നടന്നാൽ തന്നെ ഒരു പേരിന് മാത്രം ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാമത്. അതുകൊണ്ടാണ് ഇവർ ആരും അതിന് ഗൗരവത്തിലെടുക്കാതെ, റഷ്യ ആവട്ടെ, ചൈന ആവട്ടെ, മറ്റ് അറബ് രാജ്യങ്ങളാവട്ടെ, ഇതൊന്നും അതിനെ ഗൗരവത്തിലെടുക്കാത്തതിന്റെ കാരണം ഈ വിഷയത്തിൽ ഇതൊക്കെ അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്നതുകൊണ്ടാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണം. പക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ പിന്മാറില്ല, ഞങ്ങൾ ഗസയിൽ തന്നെ ഉണ്ടാകും. അപ്പോ പിന്നെ എന്തിനാണ് ഈ പീസ് ബോർഡ് എന്ന് ചോദിച്ചാൽ, അതൊരു അമേരിക്കൻ പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപദേശക സമിതി മാത്രമായിട്ട്, അതിന്റെ ജൂറിസ്ഡിക്ഷൻ, അതിന്റെ ഒരു അധികാരം എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിന്റെ അകത്ത് ഏതെങ്കിലും രൂപത്തിൽ അവിടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനോ അത് നടപ്പിലാക്കാനോ അതിന്റെ ഇഫക്റ്റീവായിട്ട് അത് മോണിറ്റർ ചെയ്യാനോ ഒന്നും സാധിക്കാത്ത ഒരു ബോഡി മാത്രമായിട്ട്, വേറൊരു നോമിനൽ പേരിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി മാത്രമായിട്ട് ഇത് അവസാനിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിൽ ചേരാൻ വിസമ്മതിക്കുന്നതെന്ന് മാത്രമല്ല, ഇതെല്ലാം ഇതിനപ്പുറത്തേക്ക് പ്ലാനുകൾ വേറെയാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഉള്ളത്. അതെല്ലാ രാജ്യങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതിൽ തൽക്കാലം തങ്ങൾ ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങളും ഇതിൽ ചേരാൻ മടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.